നമസ്കാരം. പേരാവൂർ നിയോജകമണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. 2016 വോട്ട് നോക്കുകയാണെങ്കിൽ UDF ജയിച്ചൊരു മണ്ഡലമാണ്. UDF 65,000 വോട്ട് കിട്ടിയപ്പോൾ LDFന് 57,000 വോട്ടുണ്ട്. ഏകദേശം 8,000 വോട്ടിൻ്റെ മാർജിനിൽ UDF ജയിച്ചാണ്. ഒരു കോട്ട എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും തുല്യശക്തികൾ 10,000 താഴെ വോട്ടെന്ന് പറയുന്നത് തുല്യശക്തി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ. NDA 10,000 വോട്ട്, കഷ്ടി 9,000 വോട്ടേ ഉള്ളൂ. കാര്യമായ പ്രാതിനിധ്യം ഇല്ല പേരാവൂരിൽ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു 3 സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ കാൻഡിഡേറ്റാണ്. സണ്ണി ജോസഫ്, ബിനോയ് കുര്യൻ, പൈലി വാത്യാട്ട്. മേ ബി അതൊരു കുടിയേറ്റ സ്ഥലമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2021 വീണ്ടും UDF നിലനിർത്തിയൊരു മണ്ഡലമാണ്. പക്ഷേ LDF വോട്ട് കൂട്ടി ഇത്തവണ 3,000 എന്നുള്ള മാർജിനിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. LDF UDF തമ്മിലുള്ള വ്യത്യാസം കഷ്ടി 3,000 വോട്ടിന് UDF ജയിച്ചൊരു മണ്ഡലമാണ്. NDA അതേപോലെ 9,000 വോട്ട് കൺസിസ്റ്റൻറ്റ്. അവരുടെ പാർട്ടി, എനിക്ക് തോന്നുന്നു അത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള ഒരു ഏരിയയിൽ NDAയുടെ വോട്ടുണ്ട്, അത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2024 ലോക്സഭയിലെ ഡീറ്റെയിൽ നോക്കാം. 2024 ലോക്സഭയിൽ നമ്മൾ വീണ്ടും UDF വലിയൊരു കുതിച്ചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. 70,000 വോട്ട് വന്നിട്ടുണ്ട്. 70,000 വോട്ട് LDFൻ്റെ 46,000 കുറഞ്ഞു. NDAയുടേന് വ്യത്യാസമുണ്ട്. 10,000 വോട്ട്, ഇപ്പോൾ 9,000 വോട്ടുള്ളത് 15,000, 6,000 വോട്ടോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ 23,000 വോട്ടിൻ്റെ മാർജിനാണ് ഇപ്പം LDF UDF തമ്മിലുള്ളത്. 2021 അസംബ്ലി 3,000 വോട്ടിനായിരുന്നു. 23,000 വ്യത്യാസം UDFനുണ്ട്. ഇപ്പോൾ LDFൻ്റെ വോട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2016 57,000 ആയിരുന്നത് 2020 63,000 ആയെങ്കിലും 2024 46,000, അതായത് 16,000 വോട്ടിൻ്റെ വ്യത്യാസം കുറഞ്ഞു. 16,000 വോട്ട് കുറഞ്ഞു LDFൻ്റെ. UDFൻ്റെ 2014 65,000 വോട്ട് 2020 66,000 ആയി. 2024 70,000 ആയി. കൺസിസ്റ്റൻ്റ് ചെറിയൊരു മാർജിനൽ ഇൻക്രീസ്, എന്നാൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. NDAയുടെ 2016 2021 9,000 കിടന്നത് ഒറ്റയടിക്ക് ലോക്സഭ ആയപ്പം ഈ കേന്ദ്ര സർക്കാരിൽ BJPക്ക് വോട്ട് കൂടാറുണ്ട് പൊതുവെ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരു 6,000 വോട്ട് കൂടിയിട്ടുണ്ട്. 15,000 വോട്ടായിട്ടുണ്ട്. 3 വോട്ടിൽ നോക്കുകയാണെങ്കിൽ 3 ഇലക്ഷനിലും UDF അപ്പർ ഹാൻഡാണ്. ലാസ്റ്റ് ലോക്സഭയിൽ കുറച്ചുകൂടെ മാർജിനെടുത്തൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് പേരാവൂർ ഒരു UDFന് അപ്പർ ഹാൻഡുള്ള മണ്ഡലമായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം. എല്ലാ ഇലക്ഷനിലും UDF ഫസ്റ്റ്, LDF സെക്കൻഡ്, NDA തേർഡാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2026 ആര് ജയിക്കും, പേരാവൂർ ആരെടുക്കും എന്നുള്ളത് അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ 140 മണ്ഡലത്തിൻ്റെയും അനാലിസിസ് വീഡിയോ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.